ലോകം മാറുകയാണ്, അല്ലെങ്കിൽ ലോകക്രമം മാറി മറിയുകയാണ് എന്ന് പറയുന്നതാകും ശരി. ഇത്രയും കാലം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കുമൊക്കെ പിന്നാലെ ചുറ്റിക്കറങ്ങിയിരുന്ന ആഗോള രാഷ്ട്രീയ രംഗം ഇപ്പോൾ ഇന്ത്യക്ക് ചുറ്റുമായി കറങ്ങുകയാണ്. യൂറോപ്യൻ ശക്തികൾ പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യയെ പ്രതീക്ഷയോടെ നോക്കുകയാണ്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയെ തങ്ങളുടെ നാലാം തൂണായി കാണുന്നത്? ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ അവർ തിരക്ക് കൂട്ടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. ഉത്തരം ലളിതമാണ്. അവർ പ്രതിസന്ധിയിലാണ്. ഒന്ന്, യുക്രൈനുമായുള്ള യുദ്ധത്തോടെ റഷ്യയുടെ പൈപ്പ് ലൈനുകൾ അടഞ്ഞു. യൂറോപ്പിലെ അടുക്കളകളിൽ തീ പുകഞ്ഞിരുന്ന ആ വില കുറഞ്ഞ ഗ്യാസ് ഇപ്പോൾ ഇല്ല. രണ്ട്, ചൈന ലോകത്തിൻ്റെ ഫാക്ടറിയാണ്. യൂറോപ്പിൻ്റെ വ്യവസായങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വരുന്ന ചൈനയാകട്ടെ അവരുടെ ഏകാധിപത്യ സ്വഭാവവും രാഷ്ട്രീയ നീക്കങ്ങളും കൊണ്ട് യൂറോപ്പിനെ ഭയപ്പെടുത്തുന്നു. മൂന്ന്, മുൻപത്തേതുപോലെ അമേരിക്കയെ കണ്ണടച്ച് വിശ്വസിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറല്ല. ഇപ്പോൾ അമേരിക്കയുടെ പോക്ക് പ്രവചനാതീതമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഒരു ഫോർത്ത് പോൾ അല്ലെങ്കിൽ നാലാം തൂണാകുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട്, സ്ഥിരതയുള്ള സർക്കാരുണ്ട്. ചൈനയെ പോലെ പെട്ടെന്ന് നിലപാട് മാറ്റുന്ന രാജ്യമല്ല ഇന്ത്യ. യൂറോപ്പ് ഇപ്പോൾ പയറ്റുന്നത് ചൈന +1 തന്ത്രമാണ്. ചൈനയിലെ ഫാക്ടറികൾക്ക് ഒരു ബദൽ വേണമെങ്കിൽ അത് ഇന്ത്യ മാത്രമാണെന്ന് അവർക്കറിയാം. ആപ്പിളും സാംസങ്ങും ഇന്ത്യയിലേക്ക് ഉൽപ്പാദനം മാറ്റിയതുപോലെ യൂറോപ്പിലെ വമ്പൻ മിഷനറി കമ്പനികളും ഇപ്പോൾ ഇന്ത്യയിലേക്ക് വണ്ടി കയറുകയാണ്. കൂടാതെ $4.5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. യൂറോപ്പിലെ കമ്പനികൾക്ക് സാധനങ്ങൾ വിൽക്കാൻ ഇന്ത്യയേക്കാൾ വലിയൊരു സ്ഥലം വേറെയില്ല. അമേരിക്ക പറഞ്ഞാലോ റഷ്യ പറഞ്ഞാലോ ഇന്ത്യ നിലപാടുകളിൽ മാറ്റം വരുത്തില്ല. ഇന്ത്യ സ്വന്തം താല്പര്യം നോക്കും. ഈ നട്ടലുള്ള നിലപാടാണ് യൂറോപ്പിന് ഇപ്പോൾ വേണ്ടത്. കടൽ കടന്ന് ഇന്ത്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ ഷിപ്പിംഗ് ഇടനാഴി വരികയാണ്. ഇത് യാഥാർത്ഥ്യമായാൽ ചൈനയുടെ BRI പദ്ധതിയേക്കാൾ വലിയൊരു സാമ്പത്തിക വിപ്ലവത്തിനാകും ലോകം സാക്ഷ്യം വഹിക്കുക. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് യൂറോപ്പിലേക്ക് ചരക്കുകൾ എത്തുന്ന കാലം വിദൂരമല്ല. വെറുതെ കച്ചവടം മാത്രമല്ല, നാളെയുടെ ഊർജ്ജമായ ഗ്രീൻ ഹൈഡ്രജന്റെ കാര്യത്തിലും ഇന്ത്യയാണ് യൂറോപ്പ് ആശ്രയിക്കുന്നത്. സോളാർ പാനലുകളെയും കാറ്റാടി യന്ത്രങ്ങളെയും നിർമ്മിക്കാൻ ഇന്ത്യയുമായി കൈകോർത്താൽ റഷ്യയുടെ ഗ്യാസിനെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിയുമെന്ന് യൂറോപ്പ് കണക്കുകൂട്ടുന്നു. സാങ്കേതിക വിദ്യ കൈമാറുമ്പോൾ യൂറോപ്പ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അത് മോഷ്ടിക്കപ്പെടുമോ എന്നാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി. ജനാധിപത്യ മൂല്യമുള്ള ഭൗതിക സ്വത്തവകാശത്തെ ബഹുമാനിക്കുന്ന ഇന്ത്യയുമായി ഇടപെടുമ്പോൾ യൂറോപ്പിന് ആ പേടിയില്ല. ഭാവി ലോകം ഭരിക്കാൻ പോകുന്നത് ഡേറ്റയും ചിപ്പുകളുമാണ്. സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ ചൈനയെയും തായ്വാനെയും മാത്രം ആശ്രയിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ യൂറോപ്പ് ഇന്ത്യയെ ഈ മേഖലയിലെ തന്ത്രപ്രധാന പങ്കാളിയായാണ് കാണുന്നത്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് അതിൻ്റെ തെളിവാണ്. യൂറോപ്യൻ കമ്മീഷനിലെ വമ്പന്മാരാണ് ന്യൂഡൽഹിയിൽ അതിഥികളായി എത്തുന്നത്. ഇതൊരു വെറും സന്ദർശനമല്ല, ഞങ്ങൾ ഇന്ത്യയുടെ കൂടെയുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണിത്. ഇന്ത്യയുടെ സൈനിക കരുത്തും യൂറോപ്പിൻ്റെ സാങ്കേതിക വിദ്യയും ഒന്നിച്ചാൽ അത് ലോകക്രമത്തെ തന്നെ മാറ്റും. പ്രതിരോധ മേഖലയിൽ ഫ്രാൻസിനെ പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ തെളിവാണ്. യൂറോപ്പിൻ്റെ $20 ട്രില്യൺ വിപണിയിലേക്ക് ഇന്ത്യൻ IT കമ്പനികൾക്കും ഉൽപ്പന്നങ്ങൾക്കും വഴി തുറക്കാൻ പോവുകയാണ്. ഇത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ പുതിയ പവർ സെന്റർ ഇന്ത്യയാണ്. യൂറോപ്പ് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ബദൽ ശക്തിയായി മാറിയിരിക്കുന്നു. പണ്ട് ഇന്ത്യയെ ഒരു വികസ്വര രാജ്യമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ ഇന്ന് ഇന്ത്യയുടെ വാതിൽക്കൽ മുട്ടുകയാണ്. ഇത് കേവലം ഭാഗ്യമല്ല, മറിച്ച് നമ്മുടെ രാജ്യം ആർജിച്ചെടുത്ത കരുത്താണ്. നമ്മൾ വെറുമൊരു വിപണിയല്ല, ലോകത്തെ നയിക്കാൻ പോകുന്ന ശക്തിയാണെന്ന് യൂറോപ്പ് സമ്മതിച്ചു കഴിഞ്ഞു.